ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് ലാ തൻദുറു ഇലാ അഹ്ലി ദുനിയാ, നീ ദുനിയാവിന്റെ അഹ്ലുകാരിലേക്ക് നീ നോക്കാൻ പാടില്ല. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് ലാ തൻദുറു ഇലാ അഹ്ലി ദുനിയാ, ദുനിയാവിന്റെ അഹ്ലുകാരിലേക്ക് നീ നോക്കാൻ പാടില്ല. ഫഇന്ന ബരീഖ അംവാലിഹിം യദ്ഹബു ബിഹലാവതി ഈമാനിക്കും, തീർച്ചയായിട്ടും അവരുടെ സമ്പത്തിന്റെ മിന്നൽ നിങ്ങളുടെ ഈമാനിന്റെ മാധുര്യത്തെ കൊണ്ടുപോകുന്നതാണ്. ഈമാനിന്റെ മധുരമുണ്ടല്ലോ, അതിന്റെ മധുരത്തെ കൊണ്ടുപോകുന്നതാണ്. ഹലാവത്തുൽ ഈമാൻ ബിഹലാവത്തിൽ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന്റെ മധുരം എന്താകുന്ന അറിയോ, അത് പോകും കേട്ടോ. അതുകൊണ്ട് എന്താകണം, നിങ്ങൾ ദുനിയാവിന്റെ അഹ്ലുകാരിലേക്ക് നോക്കാൻ പാടില്ല, നിങ്ങൾ ആഖിറത്തിന്റെ അഹ്ലുകാരിലേക്ക് നോക്കണം. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഖസുലത്താനി മൻ കാനത ഫീഹി കതബല്ലാഹു ശാകിറൻ സബിറ. മുത്തുനബി പറയാണ്, രണ്ട് കാര്യങ്ങളുള്ളവൻ അല്ലാഹു നന്ദിയുള്ളവൻ ക്ഷമയുള്ളവനായി രേഖപ്പെടുത്തുന്നതാണ്. വമൻ ലം യകൂന ഫീഹി ലം യക്തുബുല്ലാഹു ശാകിറൻ വലാ സബിറ. ഈ നന്ദിയും രണ്ട് കാര്യങ്ങളില്ലാത്തവനെ അല്ലാഹു സുബ്ഹാനഹു വതആല എഴുതുന്നത് നന്ദിയില്ലാത്തവനും ക്ഷമയില്ലാത്തവനുമായിട്ടാണ് അല്ലാഹു എഴുതുക. അതേതാ നന്ദിയുള്ള രണ്ട് കാര്യം? അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് മൻ നളറ ഫീ ദീനിഹി ഇലാ മൻ ഹുവ ഫൗഖഹു ഫഖ്തദാ ബിഹി. മുത്തുനബി പറയാണ്, ദീനിന്റെ കാര്യത്തിൽ തന്നെക്കാൾ ഉയർന്നവനെ നോക്കി പിന്തുടരണം, അവനെ പിന്തുടരണം. വമൻ നളറ ഫീ ദീനിഹി ഇലാ മൻ ഹുവ ഫൗഖഹു ഫഖ്തദാ ബിഹി. ദീനിന്റെ കാര്യത്തിൽ, ദീനിയായ കാര്യമുണ്ടല്ലോ, അതിൽ നീ എന്താക്കണം, നിന്നേക്കാൾ ഉയർന്നവനെ നീ നോക്കണം, എന്നിട്ട് അവനെ പിന്തുടരുകയും വേണം. ദീനിന്റെ കാര്യത്തിൽ കേട്ടോ, ദീനിന്റെ കാര്യത്തിൽ. എന്നിട്ട് മുത്തുനബി പറയാൻ وَنَظَرَ فِي دُنْيَاهُ إِلَى مَنْ هُوَ دُونَهُ فَحَمِدَ اللَّهَ عَلَى مَا فَضَّلَهُ عَلَيْهِ كَتَبَ اللَّهُ شَاكِرًا صَابِرًا. എന്നാ ദുനിയാവിന്റെ കാര്യത്തിൽ തന്നേക്കാൾ താഴ്ന്നവനെ നോക്കണം, തന്നേക്കാൾ ചെറിയവനെ നോക്കണം. മുത്തുനബി പറയാ, ദുനിയാവിന്റെ കാര്യത്തിൽ നിന്നേക്കാൾ താഴ്ന്നവനെ നോക്കണം, എന്നാൽ അവനേക്കാൾ തനിക്ക് മഹത്വം നൽകി അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്യണം. ദുനിയാവിന്റെ കാര്യത്തിൽ തന്നേക്കാൾ താഴ്ന്നവനെ നീ നോക്കുക, എന്നിട്ട് എന്താക്കുക, റബ്ബിൽ അവനേക്കാൾ എനിക്ക് റബ്ബ് മഹത്വം നൽകിയിട്ടുണ്ടല്ലോ, ഒരുപാട് നിഅ്മത്തുകൾ തന്നിട്ടുണ്ടല്ലോ. ഞാൻ നല്ല വാർപ്പിന്റെ വീടിലാണ്, വാർപ്പിന്റെ വീടിലെ ചില ആളുകളുണ്ടല്ലോ ചെറ്റക്കുടിയിലാണ്, ഓടിട്ട വീടിലാണ്, ചിലവരെന്താണ് വീടേ ഇല്ലാത്തവരാണ്, ചിലവരെന്താണ് പീഡിയെ തിണ്ണയിൽ കിടക്കുന്നവരാണ്, ചിലവരോ ക്വാർട്ടേഴ്സിലും മറ്റിലൊക്കെ വാടക വീട്ടിലൊക്കെ താമസിക്കില്ലേ. എനിക്ക് സ്വന്തമായിട്ട് വീട് തന്ന റബ്ബേ നിനക്കാണ് സ്തുതി അല്ലേ. അതാണ് മുത്തുനബി പറയുന്നത്. അങ്ങനെ നീ തന്നിന്റെ ദുനിയാവിന്റെ വിഷയത്തിൽ തന്നെക്കാൾ താഴ്ന്നവനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹുവിനെ സ്തുതി നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്, എനിക്ക് സ്തുതിക്കാൻ ചെയ്യും. അവൻ നന്ദിയുള്ളവനും ക്ഷമനുള്ളതായി അവൻ എന്താക്കും, അങ്ങനെ ചെയ്താൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിയുള്ളവനായി ക്ഷമയുള്ളവനായി അല്ലാഹു രേഖപ്പെടുത്തി വെക്കും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുങ്ങൾ. ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞില്ലേ, രണ്ടാമത്തെ